അർച്ചന കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അതിനെന്താ, നീയും എൻ്റെ പെങ്ങൾ ആണ്. നമുക്ക് ധ്രുവിനെ ഒരു നല്ല കുട്ടിയാക്കണം. അർച്ചന സന്ദീപിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. സന്ദീപ് വൈശാഖിനോട് തനിക്ക് അവനെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. വൈശാഖ് സന്ദീപിൻ്റെ ഹോട്ടലിൽ ചെന്ന് സന്ദീപിനെ കണ്ടു. വൈശാഖിൻ്റെ മനസ്സിൽ 1000 സംശയങ്ങൾ തിളച്ചു മറഞ്ഞു. എന്താ കാണണമെന്ന് പറഞ്ഞത്? വൈശാഖ് ചോദിച്ചു. ഇരിക്കൂ, പറയാം. സന്ദീപ് കുറച്ചു നേരം ആലോചനയിലാണ്ടു. എന്നിട്ട് പറഞ്ഞു. ധ്രുവ് ഞാനും നീയും വിചാരിക്കുന്നത് പോലെ ഒരു പാവം പെണ്ണല്ല. എനിക്കറിയാം. ഞാൻ അവളുടെ നല്ലതും ചീത്തയും ഒരുപോലെ അംഗീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ? വൈശാഖ് സന്ദീപിനെ ഉറ്റുനോക്കി. ധ്രുവ് ഒരു കൊലയാളിയാണ്. അവളുടെ അടുത്ത ടാർഗറ്റ് നീയാണ്. ഞാനോ? അവളെന്തിന് എന്നെ കൊല്ലണം? അവളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ ആരെയും സ്നേഹിക്കുന്നില്ല. അവൾക്ക് സുഖിക്കണം. അതിനു വേണ്ടിയാണ് അവൾ ആണുങ്ങളോട് നടക്കുന്നത്. അവൾക്ക് നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ജോൺ എന്ന പയ്യനെ വേണം. അതിന് നിങ്ങൾ ഒരു തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ് അവൾ നിങ്ങളുടെ മരണം ആഗ്രഹിക്കുന്നത്. വൈശാഖ് ആകെ തളർന്നുപോയി. സന്ദീപ് പറഞ്ഞതൊന്നും അവന് വിശ്വാസമായില്ല. പക്ഷേ ധ്രുവിന് ഇപ്പോൾ ജോണിനോട് ആഭിമുഖ്യമുള്ളതായി അവന് തോന്നി. തന്നോട് പഴയതുപോലെ സ്നേഹം കാണിക്കാത്തത് അവൾക്ക് ജോണിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും. പേടിക്കാനൊന്നുമില്ല വൈശാഖേ. നിങ്ങൾ ധ്രുവിന് ഹസ്തദാനം നൽകാതെ ഇരുന്നാൽ മതി. സന്ദീപ് വൈശാഖിന് ധ്രുവിൻ്റെ മോതിരത്തിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുത്തു. അന്ന് കോളേജിൽ കൾച്ചറൽ പ്രോഗ്രാമുള്ള ദിവസമായിരുന്നു. ധ്രുവ് വൈശാഖിനോട് പറഞ്ഞു. നമുക്ക് കോളേജിൻ്റെ മുകളിൽ പോകാം. വൈശാഖിന് ചെറുങ്ങനെ ഭയം തോന്നി. എങ്കിലും അവൻ തൻ്റെ കീശയിൽ കരുതിയ കത്തി അവന് ധൈര്യം പകർന്നു. അവർ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് യാത്രയായി. ധ്രുവ് തൻ്റെ കൈയോട് ഒട്ടിച്ചേർന്ന പ്രകാശം കടത്തിവിടുന്ന കയ്യുറയും വിരലിൻ്റെ മുകളിൽ പ്ലാറ്റിനത്തിൻ്റെ ആ വിചിത്രമായ മോതിരവും ധരിച്ചിരുന്നു. വൈശാഖ് അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ധ്രുവ് ഈ സമയം കളിയും ചിരിയും തന്നെ. ധ്രുവ് തന്നെ കൊല്ലുമോ? അവൾക്കതിന് കഴിയുമോ? അവൾക്ക് തന്നോട് എന്തൊരു സ്നേഹമാ. ക്ലാസ്സിൽ എല്ലാ നേരവും വേറെ വേറെ ബെഞ്ചിലിരുന്ന തങ്ങൾ കണ്ണിൽ നോക്കി നിൽക്കും. കണ്ണുകൾ കഥ പറയും. കണ്ണുകളിലൂടെ വർത്തമാനം പറയും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കണ്ണുകളിലൂടെ പറയും. അപ്പോൾ എന്തൊരു സന്തോഷമാണ് തനിക്ക് തോന്നുക. PU ടീച്ചർ ഇത് കണ്ട് പറയും. ധ്രുവ്, വൈശാഖ്, നിങ്ങൾക്കറിയാം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റു ടീച്ചർമാരും തങ്ങൾക്ക് വാണിംഗ് തരും. പക്ഷേ തങ്ങൾ നോട്ടം നിർത്തുകയില്ല. അത്രയും ലഹരിയുണ്ട് ആ നോട്ടത്തിന്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കണ്ണുകൾ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. വൈശാഖ് ഇന്നലെ ക്ലാസ്സിൽ വെച്ച് നടന്ന സംഭവം ഓർത്തു. PO ടീച്ചറായിരുന്നു ക്ലാസ് എടുത്തത്. ധ്രുവിനോളം അല്ലെങ്കിൽ ധ്രുവിനേക്കാൾ സുന്ദരിയാണ് PO ടീച്ചർ. PO ടീച്ചർ വൈശാഖിനെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ചീത്ത പറയുന്നതിനിടെ പറഞ്ഞു. വൈശാഖ്, നമ്മൾ എപ്പോഴും ഒരുമിച്ച് സഞ്ചരിക്കുന്നു.